നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി മലാഖി പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യവും 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളും, മലാഖി 2-ന്റെ 1-ഉം 4 മുതൽ 7 വരെയും ഉള്ള വാക്യങ്ങൾ. ഇപ്പോഴോ പുരോഹിതന്മാരെ, ഈ ആജ്ഞ നിങ്ങളോടാകുന്നു. ലേവിയോടുള്ള എൻ്റെ നിയമം നിലനിൽപ്പാൻ തക്കവണ്ണം ഞാൻ ഈ ആജ്ഞ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അവനോടുള്ള എൻ്റെ നിയമം ജീവനും സമാധാനവുമായിരുന്നു. അവൻ ഭയപ്പെടേണ്ടതിന് ഞാൻ അവന് അവയെ കൊടുത്തു. അവൻ എന്നെ ഭയപ്പെട്ട് എൻ്റെ നാമനിമിത്തം വിറയ്ക്കുകയും ചെയ്തു. നേരുള്ള ഉപദേശം അവൻ്റെ വായിലുണ്ടായിരുന്നു. നീതികേട് അവൻ്റെ അധരങ്ങളിൽ കണ്ടതുമില്ല. സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോടുകൂടെ നടന്ന് പലരെയും അകൃത്യം വിട്ടുതിരിയുമാറാക്കി. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതുമല്ലോ. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതും അല്ലയോ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നിൻ്റെ വചനമല്ലേ ഇപ്പോൾ ഞങ്ങളുടെ കാലുകൾക്ക് ദീപവും പാതകൾക്ക് പ്രകാശവുമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രഭാതത്തിങ്കൽ നിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളോടും ഞങ്ങളുടെ ശുശ്രൂഷകളോടും ഇടപെടണം. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദകരമായിരിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിവന്യ തീത്തോസ് തിരുമേനി, വികാരി ജനറൽ തോമസ് കെ ജേക്കബ് അച്ഛൻ, ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ശമ്മാശന്മാരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രിയപ്പെട്ട ബിബിൻ ഷമ്മാശ്, കശിശാസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷയിൽ നമ്മൾക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് വന്ന് സാക്ഷ്യം വഹിക്കുവാൻ, പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ ദൈവം കൃപ ചെയ്തതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ ദൈവവചനം പങ്കിടുവാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ എൻ്റെ സന്തോഷവും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. അഭിവന്യ തീത്തോസ് തിരുമേനിയോടുള്ള എൻ്റെ നന്ദി പ്രാരംഭ വാക്കുകളിൽ ഞാൻ അറിയിക്കുന്നു. ബിബിൻ ഷമാശിനെ എല്ലാവരുടെയും പേരിൽ ഞാനും അഭിനന്ദിക്കുന്നു. ഇന്ന് ആമുഖ പ്രസ്താവന വികാരി അച്ഛൻ നടത്തിയ അവസരത്തിൽ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ വളരെ അർത്ഥവത്തും ചിന്തോദ്ദീപവുമായിട്ടുള്ള സംഗതിയാണ്. ദൈവത്തിൻ്റെ തിരുസഭയിൽ ഒരു കശീശയായിരിക്കുക എന്ന് പറയുന്നത് വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു പദവിയും നിയോഗവുമാണ്. ആ വലിയ പദവിയിലേക്ക് പ്രിയ ശമ്മാശനെ വിളിച്ചെടുപ്പിച്ച ദൈവകൃപയ്ക്ക് 1000 സ്തുതിസ്തോത്രങ്ങളെ ഞാനും അർപ്പിക്കുന്നു. അവിടെ പറഞ്ഞതായിട്ടുള്ള സംഗതി, ദൈവത്തിൻ്റെ ജനത്തിന് ഉത്തമ കാര്യദർശിയായി, ഒരു നല്ല ഇടയനായി, ശ്രേഷ്ഠ മഹാപുരോഹിതനായി, ദൈവത്തിൻ്റെ ഭണ്ഡാരഗൃഹത്തിൻ്റെ സൂക്ഷിപ്പുകാരനായി, താലന്തുകളുടെ കാര്യവിചാരകനും സത്യവിശ്വാസത്തിൻ്റെ സാക്ഷിയും പത്യോപദേശത്തിന് ഉപദേശകനും ആയിരിക്കാനാണ് ഈ സ്ഥാനത്തേക്ക് ദൈവം ഒരുവനെ വിളിച്ചടുപ്പിക്കുന്നത്. ആ വലിയ സ്ഥാന നിർവഹണത്തിന് ദൈവം തമ്പുരാൻ ശമ്മാശനെ വരുന്നാളുകളിൽ ശക്തീകരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും എൻ്റെ പ്രാർത്ഥന ആശംസകൾ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ ധ്യാനിപ്പാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മലാഖി പ്രവചനത്തിൽ നിന്നാണ്. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള പുസ്തകമാണ്. പഴയ നിയമ പുസ്തകക്രമത്തിൽ ഏറ്റവും അവസാനത്തേതും 12 ചെറിയ പ്രവാചകന്മാരിൽ ഒടുവിലത്തേതുമായിട്ട് ക്രമപ്പെടുത്തിയിരിക്കുന്നതാണ് മലാഖിയുടെ പുസ്തകം. മലാഖി എന്ന വാക്കിൻ്റെ അർത്ഥം മൈ മെസ്സഞ്ചർ എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ദൂതൻ, മൈ ഏഞ്ചൽ എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. ചരിത്ര പശ്ചാത്തലം നാം പഠിക്കുന്ന അവസരത്തിൽ പ്രവാസത്തിന് ശേഷം ബാബിലോണിൽ നിന്ന് മടങ്ങി വന്നതായിട്ടുള്ള ജനത്തിൻ്റെ മധ്യത്തിൽ
ശുശ്രൂഷ ചെയ്ത ഒരു പ്രവാചകനായിട്ട് മലാഖിയെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രവാസാനന്തര കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ ഈ പുസ്തകത്തിൽ വളരെയധികം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ചിതറിക്കിടന്നതായിട്ടുള്ള ഒരു ജനത, അവരെ ഒരുമിച്ച് ചേർത്ത് ഒരു സമൂഹമാക്കി, ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ ദൈവജനമായി പുനരുദ്ധരിക്കുന്ന പ്രക്രിയയിൽ ഭാഗഭാക്കായ ഒരു പ്രവാചകനായിട്ട് മലാഖിയെ കാണുവാനായിട്ട് സാധിക്കും. എസ്രായുടെയും നെഹമ്യാവിൻ്റെയും സെറുബാബേലിൻ്റെയും നേതൃത്വത്തിൽ മടങ്ങി വന്നതായിട്ടുള്ള ദൈവജനം ഒരു സമൂഹമായിട്ട് രൂപപ്പെടുകയാണ്. അവർ ദേശത്തിൻ്റെ ചുറ്റുമതിൽ നിർമ്മിക്കുന്നു, ദേവാലയം പുനരുദ്ധരിക്കുന്നു, ആരാധന ആരംഭിക്കുന്നു. അതുപോലെ തന്നെ ഒരു ജനതയെ യഥാസ്ഥാനപ്പെടുത്തുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ തകർന്നു കിടന്ന അവസ്ഥയിൽ നിന്ന് ആരാധന സജീവമാക്കി പുരോഹിതന്മാർ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം വളരെ മഹത്വരമായിട്ട് പുനരുദ്ധരിക്കുന്നതായിട്ട്, റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പുറമേ നോക്കുമ്പോൾ എല്ലാം ശുഭം, ആത്മീയതയൊക്കെ പുറംമോടിയിൽ വളരെയേറെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള സാഹചര്യം. എന്നാൽ ഈ പ്രവചന പുസ്തകം വായിക്കുന്ന അവസരത്തിൽ ദൈവം കണ്ടത് അങ്ങനെയല്ല. ആലയം പുതുക്കിപ്പണിതെങ്കിലും ജനങ്ങളുടെ ഹൃദയം പുതുക്കപ്പെട്ടില്ല. ആരാധന തുടർന്നുവെങ്കിലും ആരാധനയുടെ ആന്തരിക ആത്മാവ് നഷ്ടപ്പെട്ടതായിട്ട് ഈ പ്രവചനത്തിൽ പറയുന്നുണ്ട്. ശുശ്രൂഷ നിലനിൽക്കുന്നെങ്കിലും ശുശ്രൂഷയുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടുള്ള സാഹചര്യം. പുരോഹിതന്മാർ യാഗത്തിന് അരികിൽ നിന്നിരുന്നുവെന്നാൽ അവരുടെ ജീവിതം ദൈവത്തിൽ നിന്ന് അകന്നു പോയതായിട്ടുള്ള ഒരു കാലത്തെയാണ് ഈ പുസ്തകം വിവരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലത്ത് ദൈവം തമ്പുരാൻ മലാഖി പ്രവാചകനിലൂടെ ചോദിക്കുന്നു, പുരോഹിത ശുശ്രൂഷയുടെ അർത്ഥതലം എന്ത്? അതിനുള്ള മറുപടിയാണ് ഈ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് 2-ന്റെ 1-ാം വാക്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ഇപ്പോഴോ പുരോഹിതന്മാരെ, ഈ ആജ്ഞ നിങ്ങളോടാകുന്നു എന്നുള്ള മുഖവരയോടെയാണ് 2-ാം അധ്യായം ആരംഭിക്കുന്നത്. ആലയത്തിൽ ആത്മീയതയുടെ ആഴം നഷ്ടപ്പെടുമ്പോൾ, പുരോഹിതൻ്റെ ഹൃദയത്തിൽ ദൈവഭക്തിയുടെ തീ മങ്ങിത്തുടങ്ങുമ്പോൾ, പൗരോഹിത്യ ചര്യയുടെ പ്രവാചക ദർശനം എന്തായിരിക്കണമെന്ന് വ്യക്തമായിട്ട് ഓർപ്പിക്കുന്ന അധ്യായമാണ് മലാഖിയുടെ പുസ്തകം 2-ാം അധ്യായമെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് പുരോഹിത ദൗത്യത്തെ നിർവചിക്കുന്ന വാക്കുകൾ, പ്രത്യേകിച്ച് 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഈ പട്ടംകൊട ശുശ്രൂഷയിലും ശമ്മാശന് മാത്രമല്ല എല്ലാ വൈദികർക്കും, പ്രസംഗിക്കുന്ന എനിക്കും, രാജകീയ പുരോഹിത വർഗമെന്ന് അവകാശപ്പെടുന്ന ദൈവജനത്തിനും അത്യന്തം പ്രസക്തമായിട്ടുള്ള വാക്കുകളാണ്. അതുകൊണ്ട് പൗരോഹിത്യ ചര്യയുടെ 4 പ്രമാണങ്ങൾ വളരെ വേഗം പങ്കിട്ട് ഈ ധ്യാനം മുന്നോട്ട് നയിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദൈവവുമായിട്ടുള്ള ഉടമ്പടി ബന്ധം. ഇറ്റ് ഈസ് ദി കവനന്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. വാക്യം 4 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ലേവിയോടുള്ള എൻ്റെ നിയമം നിലനിൽപ്പാൻ ഞാൻ ഈ ആജ്ഞ അയച്ചിരിക്കുന്നു. ആരാണ് ലേവി? എന്താണ് ലേവിയോടുള്ള നിയമം? പഴയ നിയമം പഠിക്കുന്ന അവസരത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു, യാക്കോബിൻ്റെ 12 മക്കളിൽ ഒരുവനാണ് ലേവി. എന്നാൽ പിന്നീട് അതൊരു ഗോത്രമായിട്ട് വളരുന്നു. ശുശ്രൂഷയുടെ തലത്തിൽ പൗരോഹിത്യത്തിൻ്റെ ഒരു പരമ്പരയായിട്ട് ഈ ലേവി ഗോത്രം മാറുകയും ഈ വേദഭാഗത്ത് പൗരോഹിത്യത്തിൻ്റെ ഒരു മാതൃകയായിട്ട് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് പുറപ്പാട് മുതൽ സംഖ്യ വരെയുള്ള പുസ്തകങ്ങൾ നാം പഠിക്കുന്ന അവസരത്തിൽ ലേവ്യരെ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവവിളിയുടെ അടിസ്ഥാനത്തിലേക്കാണ് ഈ 4-ാം വാക്യം വിരൽ ചൂണ്ടുന്നത്. അത് പറയുന്നു, പൗരോഹിത്യം അല്ലെങ്കിൽ പുരോഹിത ശുശ്രൂഷ ഒരു നിയമനത്തിലല്ല ആരംഭിക്കുന്നതും തുടരുന്നതും, മറിച്ച് ദൈവിക ബന്ധത്തിലാണ്, ദൈവ വിളിയിലാണ്. സോ ലെവി റിമെയിൻസ് അസ് ഓഫ് ദ കവനന്റ് ആൻഡ് കോളിംഗ് ഇൻ പ്രീസ്റ്റ്ഹുഡ്.
പൗരോഹിത്യത്തിലെ പുരോഹിത ശുശ്രൂഷയിലെ ഉടമ്പടിയിലേക്കും ദൈവവിളിയിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നതാണ് ഈ ലേവി എന്നുള്ള പ്രയോഗമെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒരു പുരോഹിതനെ സംബന്ധിച്ച് സ്ഥാനത്തേക്കാൾ പ്രധാനം ഈ സ്ഥാനത്തിന് ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ വിളിയാണ്. കുറച്ചുകൂടി പുറകോട്ടിറങ്ങി വേദപുസ്തകത്തിൽ നിന്ന് ധ്യാനിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ലേവി ഗോത്രത്തിനെ ദൈവം ഈ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുക്കുന്നത്? പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം പഠിക്കുന്ന അവസരത്തിൽ സീനായി പർവ്വതത്തിൽ ദൈവവുമായി സംഭാഷണത്തിലേർപ്പെട്ട് നിയമങ്ങളുമായി നിയമ കൽപ്പലകയുമായി പർവ്വതത്തിൽ നിറങ്ങി വന്ന മോശ കാണുന്നത്, മോശയുടെ അഭാവത്തിൽ അഹരോൻ്റെ നേതൃത്വത്തിൽ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്യുകയും ആരാധിക്കുകയും യാഗം കഴിക്കുകയും ചെയ്യുന്ന ജനത്തെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. കാളക്കുട്ടിയെയും നൃത്തത്തെയും കണ്ട അവസരത്തിൽ മോശ അത്യന്തം ദുഃഖിച്ചു. തന്നെയുമല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദുശാഠ്യമുള്ള ജനം, വിരോധികൾക്ക് മുൻപിൽ ഹാസ്യമാകത്തക്ക വിധം അവരെ അഴിച്ചുവിട്ടതായിട്ടുള്ള നേതൃത്വം. എത്ര ഭീകരമായിട്ടുള്ള സാഹചര്യം! ജനം ചിതറിപ്പോകുന്നു, ദുശാഠ്യമുള്ള ജനമായി മാറുന്നു, ദൈവത്തെങ്കിൽ നിന്ന് അകലുന്നു. ഇവരെ തിരിച്ചു പിടിപ്പാൻ ആഗ്രഹിക്കുന്ന മോശ പാളയത്തിന് മുമ്പിൽ നിന്ന് ശബ്ദമുയർത്തി ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്രകാരമുണ്ട്: യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്ന് പറയുകയാണ്. ദുശാഠ്യമുള്ള ജനത്തിൻ്റെ മധ്യത്തിൽ മറ്റുള്ളവർ മുമ്പിൽ ദൈവജനം പരിഹാസ്യമായി മാറുന്ന അവസരത്തിൽ മോശയുടെ ആവശ്യം ഇതാണ്: യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കലേക്ക് വരട്ടെ എന്ന് പറയുകയാണ്. പറഞ്ഞ അവസരത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു 32:26 അത് പറഞ്ഞ അവസരത്തിൽ, എന്നാൽ ലേവ്യരെല്ലാവരും എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ലേവ്യരെല്ലാവരും അവൻ്റെ അടുക്കൽ ഒത്തുചേർന്നു. എവിടെയാണ് ഈ പൗരോഹിത്യം ആരംഭിക്കുന്നത്? ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുവാൻ ഒരുവൻ സമർപ്പിക്കുമ്പോഴാണ് പൗരോഹിത്യം ആരംഭിക്കുന്നത്. ഏതെങ്കിലും ഒരു ശുശ്രൂഷയിലല്ല, തീരുമാനത്തിലാണ്, സമർപ്പണത്തിലാണ്. തന്നെയുമല്ല, ഈ സമർപ്പണത്തെ ഒന്നുകൂടി ആഴമുള്ളതാക്കി തീർക്കുന്നത് അതിൻ്റെ 29-ാം വാക്യത്തിലാണ്. മോശ തൻ്റെ അടുക്കൽ വന്ന ലേവ്യരോട് പറയുന്നു, നിങ്ങളിന്ന് ഓരോരുത്തൻ താൻ താൻ്റെ മകനും താൻ താൻ്റെ സഹോദരനും ഉപരി യഹോവയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാറ്റിനും ഉപരി, എബവ് ഓൾ ദ റിലേഷൻസ്, എബവ് ഓൾ ദി റിസോഴ്സസ്, എബവ് ഓൾ ദി കമ്മിറ്റ്മെൻറ്റ്സ്, യു ഹാവ് സബ്മിറ്റഡ് യുവർസെൽഫ് ടു ദ ലോർഡ് ഓൾമൈറ്റി. അവിടെയാണ് ലേവ്യൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആരംഭം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പുതിയ നിയമത്തിൽ ഇതിന് സമാനമായിട്ടുള്ള ഒരു വേദഭാഗമുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തിബരിയാസിൻ്റെ കരയിൽ നിൽക്കുന്ന അവസരത്തിൽ പെരുത്ത മീൻകൂട്ടത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന പത്രോസിനോട് ചോദിക്കുന്നു, ശിമോനെ, ശിമോനെ, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ എന്ന് 3 ആവർത്തിക്കുന്ന അവസരത്തിൽ കർത്താവിനോട് പറയുന്നു, നീ എൻ്റെ ആടുകളെ മേയിക്കാം. സ്വയത്തിൻ്റെ സമർപ്പണത്തിലാണ് ശുശ്രൂഷയുടെ ആരംഭം. യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ എന്താ പറയുന്നത്? അവൻ തന്നെ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറയുകയാണ്. പ്രിയരെ, സ്വയത്തിൻ്റെ സമർപ്പണം, സബ്മിഷൻ ഓഫ് ദി സെൽഫ്. രാജകീയ പുരോഹിത വർഗമെന്ന് അഭിമാനിക്കുന്ന ദൈവജനത്തിനും ഇത് കരണീയമാണ്. എന്നാൽ അവിടെ തേരുന്നില്ല ഈ ലേവി പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാനം. കുറേ അധ്യായങ്ങൾ കൂടി, കുറേ പുസ്തകങ്ങൾ കൂടി മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവം പറയുകയാണ്, ലേവ്യർ എനിക്കുള്ളവർ, ദേ ഷാൽ ബി മൈൻ. യഹോവയുടെ പക്ഷത്ത് നിൽക്കുവാൻ തീരുമാനിച്ച ലേവ്യനെ ദൈവം തമ്പുരാൻ പറയുന്നു, അവൻ എനിക്കുള്ളവൻ, ഹി ഈസ് മൈൻ. ഇറ്റ് ഈസ് ദ ഡിവൈൻ അപ്രൂവൽ. സെൽഫിൻ്റെ സറണ്ടറും ഡിവൈൻ അപ്രൂവലും കൂടെ ചേരുന്നിടത്താണ് ഈ പൗരോഹിത്യത്തിൻ്റെ ഉടമ്പടി സാധ്യമായിട്ട് തീരുന്നത്. അതിനുശേഷമാണ് സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാനും അവരെ ഉത്തരവാദിത്തങ്ങൾ പരമേൽപ്പിക്കുന്നത്. പ്രിയരെ,
പുരോഹിത ശുശ്രൂഷയുടെ അടിസ്ഥാനം തൊഴിലല്ല, ദൈവത്തോടുള്ള ബന്ധമാണ്. ഐഡന്റിറ്റി ബിഫോർ ആക്ടിവിറ്റി, ബീയിങ് ബിഫോർ ഡൂയിങ്, ബിലോങ്ങിങ് ബിഫോർ സർവീസ്. ദൈവം പറയുന്നു, ഫസ്റ്റ് ബി മൈൻ ദെൻ ദ മിനിസ്ട്രി. ഇത് വളരെ അർത്ഥവത്തായിട്ടുള്ള സംഗതിയാണ്. ദൈവത്തിൻ്റെതായി തീരുന്നതും ദൈവം നീ എൻ്റെ സ്വന്തമെന്ന് പറയുന്നതും ഒരു ശുശ്രൂഷകൻ്റെ ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള നിമിഷമാണ്. തുടർന്നാണ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. യേശു കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന അവസരത്തിലും ഇത്തരത്തിലുള്ള ഒരു സുന്ദര മുഹൂർത്തമുണ്ട്. യോർദാനിൽ യോഹന്നാനാൽ സ്നാനമേറ്റ് ഇറങ്ങുന്നതായിട്ടുള്ള അവസരത്തിൽ പുത്രനാം ക്രിസ്തുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവുരൂപത്തിൽ വരുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഒരു അശരീരി അവിടെയുണ്ട്. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഹീ ഈസ് മൈ ബിലവഡ്. ആ ഒരു വലിയ ശുശ്രൂഷയുടെ മുദ്രയിലാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ദൈവം കൈവച്ചതിനെയാണ് സഭ അഭിഷേകം ചെയ്യുന്നത്. ദൈവം കൈവച്ചതിനെയാണ്, ദൈവം ഹൃദയത്തിൻ്റെ മുദ്ര പതിച്ചതിനെയാണ് സഭ അഭിഷേകം ചെയ്യുന്നത്. നാം ഇന്ന് ആരുടെ പക്ഷത്താണ്? സത്യത്തേക്കാൾ ജനപ്രീതിക്കും വിശുദ്ധിയേക്കാൾ വിജയത്തിനും സുവിശേഷത്തേക്കാൾ സ്വകാര്യതയ്ക്കും ക്രൂശിനേക്കാൾ സ്വാർത്ഥതയ്ക്കും ആരാധനയേക്കാൾ പ്രകടനപരതയ്ക്കും പ്രാധാന്യമേറുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കണം, ഞാൻ യഹോവയുടെ പക്ഷത്ത്. അപ്പോൾ സ്വർഗത്തിൻ്റെ അപ്രൂവൽ ഉണ്ടാകണം, നീ എൻ്റെ സ്വന്തം. അവിടെയാണ് ശുശ്രൂഷയുടെ വലിയ മഹത്വം ദർശിപ്പാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ശുശ്രൂഷ, പൗരോഹിത്യം, ഇറ്റ് ഈസ് എ കവനൻ്റൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. 2, ഈ വേദഭാഗം നൽകുന്ന രണ്ടാമത്തെ ചിന്ത, ആരാണ് പുരോഹിതൻ? ജീവനും സമാധാനവും പകരുന്നവനാണ് പുരോഹിതൻ. ഹീ ഈസ് ആൻ ഏജന്റ് ഓഫ് ലൈഫ് ആൻഡ് പീസ്. 5-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, അവനോടുള്ള എൻ്റെ നിയമം ജീവനും സമാധാനവുമാകുന്നു. ലേവിക്ക് നൽകുന്നതായിട്ടുള്ള 2 അവകാശങ്ങളാണ്. ഈ ഒരു വലിയ ഉടമ്പടിയിലേക്ക് വിളിച്ചടുപ്പിക്കുന്ന ദൈവം ലേവിക്ക് നൽകിയതായിട്ടുള്ള 2 അവകാശങ്ങൾ, അത് ജീവനും സമാധാനവുമാണ്. നോട്ട് ഫോർ പേഴ്സണൽ ബ്ലെസ്സിങ്സ്, ഏതെങ്കിലും സ്വകാര്യ വളർച്ചയ്ക്ക് വേണ്ടി നൽകുന്നതല്ല, ശുശ്രൂഷയെ പ്രാപ്തിപ്പെടുത്തുന്നതിനാണ്. അതുകൊണ്ട് ജീവനും സമാധാനവും അനുഭവിപ്പാൻ ശുശ്രൂഷകർക്ക് സാധിക്കണം, അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനായിട്ട് സാധിക്കണം. ഈ ഉടമ്പടിയിൽ ദൈവം നൽകുന്ന വാഗ്ദാനം സമ്പത്തല്ല, വെച്ചടി ലഭിക്കുന്നതായിട്ടുള്ള വിജയമല്ല, സ്വാധീനമല്ല, അധികാരമല്ല, മറിച്ച് ജീവനും സമാധാനവുമാണ്. ഇതിൻ്റെ ഒരു ഫുൾ എക്സ്പ്രഷൻ കാണുവാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിലാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ ജീവനാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. പിന്നീട് വീണ്ടും പറയുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്. അപ്പോൾ തൻ്റെ ഉള്ളിലുള്ള ജീവൻ, അതിനെ തിരിച്ചറിയുന്ന ക്രിസ്തു തന്നെയുമല്ല, അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നുണ്ട്. ക്രിസ്തു തന്നെ പറയുന്നു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ് വന്നിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നു, നല്ല ഇടയനാടുകൾക്ക് വേണ്ടി ജീവനെ പ്രദാനം ചെയ്യുന്നു. ഏത് കാലഘട്ടത്തിലും ഇടയനിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് ജീവനും സമാധാനവും ലോകത്തിന് പകർന്നു നൽകുക എന്നുള്ളതാണ്. യേശു കർത്താവ് പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആവർത്തിച്ചതിൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന വാഗ്ദാനം നിങ്ങൾക്ക് സമാധാനം എന്നുള്ളതാണ്. ഇന്ന് പല കാരണങ്ങളാൽ ജീവനും സമാധാനവും നഷ്ടപ്പെടുന്ന കാലം. യുദ്ധവും പ്രകൃതിക്ഷോഭവും മാത്രമല്ല ഇന്ന് നമ്മെ അസ്വസ്ഥമാക്കുന്നത്. കാലത്തിൻ്റെ പ്രതിസന്ധിയിൽ ചേതനയേറ്റു പോകുന്ന സാഹചര്യങ്ങൾ, ബന്ധങ്ങളിലുണ്ടാകുന്ന വിള്ളലുകൾ, ഏകാന്തത, നിരാശ, ഒട്ടനവധി ജീവനെ ഹനിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇവിടെയെല്ലാം ജീവൻ പകരാനാണ് ഒരു ശുശ്രൂഷകനെ ദൈവം വിളിച്ച് ആക്കിയിരിക്കുന്നത്. ഇന്ന് തിരക്കിൻ്റെ ലോകത്ത് സഭയുടെ തന്നെ ആത്മീയ ചൈതന്യം നഷ്ടപ്പെടുന്നുവോ എന്നുള്ളത് പുനഃപരിശോധിക്കേണ്ടതായിട്ടുള്ള കാലമാണ്. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ദൂതൻ സർദീസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്നു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. സർദീസിലെ സഭയെ വിശേഷിപ്പിക്കുകയാണ്. ചൈതന്യം നഷ്ടപ്പെടുന്നതാണ് മരിച്ചതിന് തുല്യമാകുന്ന അവസ്ഥ. ലേവിയോട് പറയുന്നു, യു ഹാവ് എ റെസ്പോൺസിബിലിറ്റി. പുരോഹിത, നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്.
നീ ജീവൻ്റെയും സമാധാനത്തിൻ്റെയും വാഹകനും പകർച്ചക്കാരനുമായിട്ട് മാറണം. ചർച്ചസ് മേ ഹാവ് ബ്യൂട്ടിഫുൾ ലിറ്റർജി, എക്സലൻറ്റ് മ്യൂസിക് ആൻഡ് ഇംപ്രസീവ് ബിൽഡിങ്സ്, സ്റ്റിൽ ഇറ്റ് ലാക്സ് ലൈഫ് ആൻഡ് പീസ്. ഇന്ന് രമ്യഹർമ്മ്യങ്ങളായിട്ടുള്ള ആലയങ്ങളുണ്ട്, നല്ല ഗാനങ്ങളുണ്ട്, ശുശ്രൂഷകളുണ്ട്. ജീവനുണ്ടോ എന്നുള്ളത് നാം ശോധന ചെയ്യേണ്ടതായിട്ടുള്ള അവസരമാണിത്. നമ്മുടെ ശുശ്രൂഷയിൽ ജനം പ്രത്യാശ കണ്ടെത്തണം, തളർന്നവർ ധൈര്യം കണ്ടെത്തണം, തകർന്നവർ സമാധാനം കണ്ടെത്തണം. ക്രിസ്തുവിൻ്റെ പുരോഹിതനായിരിക്കുക എന്നുള്ളത് ക്രിസ്തുവിലൂടെ സാധ്യമായ ജീവൻ്റെ സമൃദ്ധിയും ക്രിസ്തു നൽകുന്ന ശാശ്വത സമാധാനവും അനുഭവിക്കുന്ന അവസരത്തിലാണ്. 3, ആരാണ് പുരോഹിതൻ? ഹി ഈസ് എ മാൻ ഓഫ് ട്രസ്റ്റഡ് വോയിസ്. നേരിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന, നേര് മാത്രം പറയുന്നവനായിരിക്കണം പുരോഹിതൻ. വിശ്വാസ്യതയുള്ള ശബ്ദത്തിൻ്റെ ഉടമ. 6-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, പുരോഹിതനെക്കുറിച്ച് പറയുകയാണ്, നേരുള്ള ഉപദേശം അവൻ്റെ വായിലുണ്ടായിരുന്നു, നീതികേട് അവൻ്റെ അധരങ്ങളിൽ കണ്ടതുമില്ല. ട്രൂത്ത് ഇൻ ഹിസ് മൗത്ത്, നോ ഇൻജസ്റ്റിസ് ഓൺ ഹിസ് ലിപ്സ്. സത്യത്തോടുള്ള വിശ്വസ്തതയാണ് ശുശ്രൂഷകരെ വ്യത്യസ്തരാക്കേണ്ടത്. സത്യം പറയുന്നവനും അധരം കൊണ്ട് അനീതി ചെയ്യാത്തവനുമാണ് ശുശ്രൂഷകൻ. വിശുദ്ധനായ ഫ്രാൻസിസ് ഓഫ് അസീസി, അദ്ദേഹത്തെക്കുറിച്ച് ഇപ്രകാരം ഒരു സംഭവം വായിച്ചിട്ടുണ്ട്. തൻ്റെ ആശ്രമത്തിൽ വിശ്രമിച്ച് കിടന്നതായിട്ടുള്ള അവസരത്തിൽ ആശ്രമവാസികളായിരുന്ന സഹസന്യാസിമാർ, അവർക്കൊരു കൗതുകം തോന്നി. അവർ ആലോചിച്ച് ഇങ്ങനെ പദ്ധതി ഇട്ടു, നമുക്ക് ഫ്രാൻസിസ് ഓഫ് അസീസിയോട് ചെന്നിട്ട് ഒന്ന് സംസാരിക്കാം, അദ്ദേഹത്തോട് പറയാം, സന്യാസി, ആകാശത്തൂടെ ഒരു കാള പറക്കുന്നു എന്ന് നമുക്ക് പറയാമെന്ന് പറഞ്ഞു. ഇവരകത്ത് ചെന്ന് ഫ്രാൻസിസ് ഓഫ് അസീസിയോട് അത് പറഞ്ഞ അവസരത്തിൽ ഇദ്ദേഹം അത് വിശ്വസിച്ച് കൗതുകം പൂണ്ട് ജനാലയ്ക്കരികിൽ വന്ന് എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ചോദിച്ച അവസരത്തിൽ കൂടെ നിന്നവരൊക്കെ ചിരിച്ചു, അദ്ദേഹത്തെ കളിയാക്കി. അപ്പോൾ ഈ ഫ്രാൻസിസ് ഓഫ് അസീസി പറഞ്ഞതായിട്ടുള്ള ഒരു വാചകം ഇപ്രകാരമുണ്ട്: എൻ്റെ സഹസന്യാസിമാർ കള്ളം പറയുമെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ എളുപ്പം ആകാശത്തിലൂടെ കാള പറക്കുന്നു എന്ന് വിശ്വസിക്കുന്നതാണ്. ഞാൻ നിങ്ങളുമൊക്കെ വിളിച്ച് വേർതിരിച്ച് മുദ്രയിട്ട അധരത്തിൻ്റെ ഉടമകളാണ്. ഇന്നെന്തിനാണ് പ്രസക്തി? സ്വീകാര്യതയ്ക്ക് വിശ്വാസ്യതയേക്കാൾ പ്രിയമേറുന്ന ഒരു കാലമാണ്. കയ്യടി വാങ്ങുന്നതിനേക്കാൾ സത്യത്തോട് ചേർന്ന് നിൽക്കുവാനും സ്വകാര്യ നേട്ടങ്ങൾക്ക് ഉപരി നീതിയോടും വിശ്വസ്തയോടും നീതി പുലർത്തുവാനും സാധിക്കേണ്ടത് ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയുടെയും ഡിജിറ്റൽ ഏജിൻ്റെയും യുഗത്തിൽ ആയിരക്കണക്കിന് ശബ്ദങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ മുഖരിതമാണ്. പല രീതിയിലുള്ള സ്വാധീനങ്ങൾ വർദ്ധിക്കുന്ന കാലമാണിത്. ഇൻഫ്ലുവൻസേഴ്സ്, AI ജനറേറ്റഡ് കണ്ടന്റിൻ്റെ കാലമാണ്. പട്ടക്കാരൻ്റെ ശബ്ദം ട്രസ്റ്റ്വർത്തി വോയിസ് ആയിരിക്കണം, വിശ്വസനീയമായിരിക്കണം. ഉറക്കെ പറയുന്നത് കൊണ്ടല്ല, നീതികേടില്ലാത്ത അധരമെന്ന് പുറം ലോകം തിരിച്ചറിയുന്നത് കൊണ്ടാണ് ആ ഒരു വിശ്വാസ്യത വർദ്ധിക്കേണ്ടത്. ഞാനത് വിശദീകരിക്കുന്നില്ല, ഒരു കാര്യം കൂടി പറഞ്ഞ് എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. 4, ആരാണ് പുരോഹിതൻ? ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നു, ദൈവത്തിൻ്റെ ആലോചനയെ അറിയിക്കുന്നവനാണ്, ദൈവത്തിൻ്റെ ദൂതനാണ്. 7-ാം വാക്യം, ഞാൻ ആവർത്തിച്ച് വായിച്ച വാക്യം അതാണ്. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതൻ. പ്രീസ്റ്റ് ഈസ് ദ മെസ്സഞ്ചർ ഓഫ് ദ ലോർഡ് ഓൾമൈറ്റി. ദൈവത്തിന് വേണ്ടി സംസാരിക്കേണ്ടവനാണ്, ദൈവത്തിൻ്റെ ആലോചനയെ അറിയിക്കേണ്ടവനാണ്. അതുകൊണ്ട് പഴയ നിയമ പ്രവാചക പുസ്തകങ്ങളിൽ ആവർത്തിച്ചുപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. ഇംഗ്ലീഷിലത് ദസ് സേയ്സ് ദ ലോർഡ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് പിന്നീടുള്ള കാര്യങ്ങൾ പറയുന്നത്. ദൈവത്തിൻ്റെ സന്ദേശം പകരേണ്ടവനാണ്. സന്ദേശത്തിൻ്റെ ഉടമയല്ല സന്ദേശവാഹകൻ, മറിച്ച് ദൈവഹിതപ്രകാരം അത് അറിയിക്കേണ്ടവനാണ്. നമുക്കറിയാം, തപാൽക്കാർ അല്ലെങ്കിൽ കൊറിയർ സർവീസൊക്കെ നടത്തുന്നവർക്ക് ലെറ്റർ വഹിച്ചുകൊണ്ട് പോകാനേ സാധിക്കത്തുള്ളൂ, ക്യാരി ചെയ്യാനേ സാധിക്കത്തുള്ളൂ, എഡിറ്റ് ചെയ്യുവാൻ അവകാശമില്ല. ഒരു രാജ്യത്തിൻ്റെ അംബാസഡറിന് തൻ്റെ രാജ്യത്തിൻ്റെ നയങ്ങൾ മാറ്റുവാൻ അധികാരമില്ല. സ്പീക്ക് ആൻഡ് ഷെയർ വാട്ട് ഈസ് റിസീവ്ഡ്.
ഉടയവൻ ഏൽപ്പിച്ചതിനെ പകർന്നു നൽകുവാൻ മാത്രമേ ഉള്ളൂ ദൂതന് അധികാരം. ഇന്ന് പലപ്പോഴും പുൾപിറ്റുകൾ ദൈവത്തിൻ്റെ പേരിൽ സ്വകാര്യ താല്പര്യം പങ്കിടുവാനുള്ള വേദിയായി മാറുവാൻ സാധ്യതയുണ്ട്. ഇന്ന് ലേഖനഭാഗമായി വായിച്ച വേദഭാഗം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളാണ് വായിച്ചത്. അതാരംഭിച്ചത് പൗലോസിൻ്റെ വാക്കുകളിലൂടെയാണ്. അവിടെ പറയുന്നു, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ. ഇതാണ് സന്ദേശം. കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കണം, ആ പ്രാപിച്ചതിനെ വേണം ജനത്തിന് ഏൽപ്പിക്കുവാൻ. ദൂതൻ്റെ മഹത്വം അവൻ പറയുന്നതിലല്ല, അവനെ അയച്ചവനില്ല. അത് സാധ്യമാകണമെങ്കിൽ 2 കാര്യങ്ങൾ. വാക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഈ വേദഭാഗം പറയുന്നു, പുരോഹിതൻ്റെ അധരം പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കണം. 2, ഉപദേശം യഹോവയോട് ചോദിച്ച് പഠിക്കണം. അധരം പരിജ്ഞാനം നിറഞ്ഞതായിരിക്കണം. പരിജ്ഞാനമില്ലാത്തതൊന്നും അധരത്തിൽ നിന്ന് വരരുത്. എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ്? യഹോവയോട് ചോദിച്ച് പഠിക്കണം. സീക്ക് ഇൻസ്ട്രക്ഷൻ ഫ്രം ഗോഡ്സ് മൗത്ത്. ഇന്ന് അറിവിന് കുറവില്ല, എന്നാൽ അതിൻ്റെ ഉറവ ദൈവത്തിങ്കൽ നിന്നായിരിക്കുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷ ഏറ്റവും ധന്യമായി തീരുന്നത്. അതുകൊണ്ട് ദൈവത്തിന് ശിഷ്യനാകാത്ത ഒരു വൈദികനും ആർക്കും ഗുരുവായിട്ട് തീരുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിന് ശിഷ്യനായി, ലോകത്തിന് ഗുരുവായി തന്നെ സമർപ്പിച്ച് മുന്നേറുവാൻ എല്ലാ പൗരോഹിത്യ പാരമ്പര്യവും അവകാശപ്പെടുന്നവർക്ക് സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവവുമായുള്ള ഉടമ്പടി, ജീവനും സമാധാനവും പങ്കുവെക്കുന്ന ശുശ്രൂഷ, നേരിൻ്റെ പക്ഷത്ത് നിൽക്കുവാനുള്ള ബലം, ദൈവത്തിൻ്റെ ആലോചനയെ അറിയിക്കുന്ന സന്ദേശകൻ. അത്തരത്തിൽ നമ്മെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ പരുവപ്പെടുത്താം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.